ദൈവ തിരുനാമത്തിന് ബോധം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്ന് ആത്മീയ ജീവിതത്തിന്റെ ഓട്ടം നന്നായി പര്യവസാനിപ്പിച്ച 4 പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് ഒരു ചെറിയ വീഡിയോ പറയുവാൻ ദൈവസ്ഥലിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പല ആളുകളും മോശപ്പെട്ട നിലയിൽ ജീവിതം ആരംഭിച്ച് നന്നായി അവസാനിപ്പിച്ചവരുണ്ട്. ചില ആളുകൾ നന്നായി ജീവിതം ആരംഭിച്ച് വളരെ മോശപ്പെട്ട നിലയിൽ അവസാനിപ്പിച്ചവരുണ്ട്. എന്നാൽ നന്നായി ജീവിതം ആരംഭിച്ച് നന്നായി അവസാനിപ്പിച്ച ആളുകളും ഉണ്ട്. ഈ ലോക ജീവിതത്തെ ഒരു ഓട്ടക്കളത്തോടാണ് അപ്പോസ്തലനായ പൗലോസ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ ഓട്ടക്കളത്തിൽ നന്നായി ഓടി വിജയശ്രീ ലാളിതരായി ദൈവസേനയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ ഓരോരുത്തരെയും കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ള പല ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടായതുപോലുള്ള ബലഹീനതകളും കുറവുകളും തെറ്റുകളും ഒക്കെയുണ്ട്. എങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനും പിറകോട്ട് തിരിഞ്ഞു നോക്കാതെ മുമ്പിലുള്ള ആശയെ ലക്ഷ്യമാക്കി ജീവിതയാത്ര തുടരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ബൈബിൾ ചരിത്രത്തിലെ 4 അതിപ്രധാന വ്യക്തികൾ നന്നായി ഓടി ജീവിതം അവസാനിപ്പിച്ച ആളുകളാണ്. ആദ്യമായി വരുന്നത് ദൈവത്തിന്റെ ദാസനായ യോശുവയാണ്. പിസ്കയിൽ വെച്ച് ദൈവം മോശയോട് സംസാരിച്ച ശേഷം കനാൻ ദേശം ദൂരവേ അവനെ കാണിച്ചിട്ട് നീ അവിടെ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അവൻ മരിച്ചു. യഹോവ അവനെ അവിടെ സംസ്കരിച്ചു. ആകയാൽ അവനെ എവിടെ അടക്കിയെന്ന് ആരും ഇന്നുവരെയും അറിയുന്നില്ല. മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നടത്തുവാൻ മോശയുടെ കൂടാരത്തിൽ അഭ്യാസം പഠിച്ച ദൈവദാസനായ യോശുവ രംഗത്ത് വന്നു. ഒരു മോശ പോയാൽ ഒരു യോശുവ പോയാൽ ഒരു കാലേബ്. അതാണ് ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ യോശുവ രംഗത്ത് വന്നു. അവരെ ജയോത്സവമായി മരുഭൂമിയിൽ കൂടി ശിഷ്ടമുള്ള നാളുകൾ നടത്തി വാഗ്ദത്ത ദേശമായ കനാനിൽ അവരെ എത്തിച്ചു. ദേശം വിഭാഗിച്ച് അവർക്ക് കൊടുത്തു. തന്റെ അവസാനത്തെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 23:14 അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഇതാ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞതെല്ലാം ഇസ്രായേൽ എന്നോട് ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിച്ചു. ഒന്നിനു പോലും ഒരു വീഴ്ച വരാതെ ദൈവം ആ കാര്യങ്ങൾ ചെയ്തു. യോശുവ തന്റെ ജീവിതം ഭംഗിയായി അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള സ്ഥിരീകരണം പറഞ്ഞാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. തന്റെ ജനത്തോട് ദൈവം ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം അങ്ങനെ തന്നെ നിവർത്തിച്ചു. അതിലൊന്നിനു പോലും ഒരു വീഴ്ചയും ഉണ്ടായില്ല. അപ്പം അവനെ ചെയ്യാനായിട്ട് യോശുവ ചെയ്യാനായിട്ട് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളും വളരെ വിശ്വസ്തമായി യോശുവ ചെയ്തു. വാസ്തവത്തിൽ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നതാണ്. നാനാവിധ പരീക്ഷകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉപദ്രവങ്ങളും ഒക്കെ നമുക്കുണ്ടാവാം. എന്നാൽ ദൈവം നമ്മെ ഫലമേൽപ്പിച്ച കാര്യം വിശ്വസ്തമായി അത് ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. യോശുവ നന്നായി തന്റെ ജീവിത ചരിത്രം അവസാനിപ്പിച്ചു. രണ്ടാമത് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ദാസനായ യോസേഫിനെ കുറിച്ചാണ്. അദ്ദേഹം ആരംഭിച്ചത് അല്പം മോശപ്പെട്ട നിലയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൗവനക്കാരന്റെ യൗവനത്തിന്റെ ആരംഭത്തിൽ അല്പം ആത്മപ്രശംസയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അവന്റെ സ്വപ്നത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും അവന്റെ മാതാപിതാക്കളും സഹോദരന്മാരും പറഞ്ഞത്. He was quite a boastful man at the beginning of his youth. എന്നാൽ മാത്രമല്ല അല്പമല്ലാത്ത അപക്വതയും അവന്റെ ജീവിതം ഉണ്ടായിരുന്നു. തന്റെ സഹോദരന്മാരെ കുറിച്ച് അന്വേഷിക്കുവാൻ ശെഖേമിൽ ചെന്നിട്ട് അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന വർത്തമാനം തങ്ങളുടെ പിതാവിനോട് അവൻ അറിയിച്ചു. അതും നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ സഹോദരന്മാർ അവനെ എടുത്ത് മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. മിദ്യാന്റെ കയ്യില് കൊടുത്തയച്ച് വിറ്റുകളഞ്ഞു. മിസ്രൈം ദേശത്ത് ഒരു അടിമയായിട്ടാണ് യോസേഫ് ചെല്ലുന്നത്. അവൻ അവിടെ ചെന്ന് പോത്തിഫറിന്റെ ഭവനത്തിലായിരുന്നു. പോത്തിഫറിന്റെ ഭാര്യ
അവളെ വഷളാക്കാനായിട്ട് യോശുവ ശ്രമിച്ചു എന്നുള്ള ദുർവർത്തമാനം അവളുടെ ഭർത്താവിനോട് പറഞ്ഞു. സത്യവിരുദ്ധമായ ഒരു ചതിവ്, ഒരു വഞ്ചന അവനെക്കുറിച്ച് അവളുടെ ഭർത്താവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അവന് ഏറെ താമസിയാതെ മിസ്രൈമിൽ നിന്ന് കാരാഗൃഹത്തിലേക്ക് പോകേണ്ടായി വന്നു. കാരാഗൃഹത്തിൽ വെച്ച് അവൻ പാനപാത്ര വാഹകരുടെ പ്രമാണിയെ ഒരു സ്വപ്നത്തിൽ ഉള്ള ബദല് അവരെ സഹായിച്ചു. അവനെ രാജാവിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ യോസേഫിനെ കൂടെ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞു. എന്നാൽ അവനെ മറന്നുപോയി. യോസേഫ് അവന്റെ സഹോദരന്മാർ മിസ്രൈമിലേക്ക് വിറ്റു. മാത്രമല്ല, അവന്റെ പോത്തിഫറിന്റെ ഭാര്യ അവന് വിരോധമായി അവളുടെ ഭർത്താവിനോട് സംസാരിച്ച് അവനെ കാരാഗൃഹത്തിലാക്കി. അത് മാത്രമല്ല, കാരാഗൃഹത്തിൽ വെച്ച് അവന് ഉപകാരം ചെയ്ത അവന്റെ സ്നേഹിതൻ അവനെ എന്നേക്കുമായി മറന്നു കളയുകയും ചെയ്തു. എങ്കിലും നാം വായിക്കുന്നത്, ദൈവം അവനോടുകൂടെ ഇരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ പോയിട്ടൊക്കെയും കൃതാർത്ഥനായി എന്നാ വായിക്കുന്നു. നമ്മളിൽ പല ആളുകളും ഒരു പക്ഷെങ്കിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ വശം പരിശോധിക്കുമ്പോൾ യോസേഫിനേക്കാൾ മോശപ്പെട്ട നിലയിലുള്ള ജീവിത അനുഭവങ്ങൾ, മാനസിക വ്യതകളിൽ കൂടിയൊക്കെ കടന്നുപോകുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ള ആളുകൾ ആയിരിക്കാം. യോസേഫ് വളരെ മോശപ്പെട്ട നിലയിൽ ആരംഭിച്ചു. ആ വാസ്തവത്തില് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതായത് ഒരു പ്രയാസത്തിൽ നിന്ന് വേറൊരു പ്രയാസത്തിലേക്ക്, ഒരു പ്രയാസം അവന്റെ ജീവിതത്തിലുണ്ടായി അത് വേഗത്തിൽ തീർന്നു പോകും എന്നവൻ ചിന്തിച്ചപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവൻ വഴുതി വീണു. എന്നാൽ അവന്റെ അന്ത്യം ശുഭകരമായിരുന്നു. അവൻ തന്റെ ജീവിത ഓട്ടം നന്നായിട്ട് അവസാനിപ്പിച്ചു. അവിടെ നാം വായിക്കുന്നത്, അവിടെ മിസ്രൈമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയായി അവനെ ഫറവോൻ ഉയർത്തി. ഫറവോൻ കഴിഞ്ഞാൽ പിന്നെ ദേശത്തെ രണ്ടാമത്തെ ആള്, അങ്ങനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താക്കി. അവന്റെ ജീവിത അവസാനത്തിൽ അവനോട് ഇത്രയും കൈപ്പേറിയ പ്രവൃത്തി ചെയ്ത അവന്റെ സഹോദരന്മാരോട് യാതൊരു പ്രയാസവും ഇല്ലാത്തവനായി യോസേഫിനെ നാം കാണും. യോസേഫിന്റെ ഒടുവിലത്തെ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. യോസേഫ് തന്റെ മരണശയ്യയിലായി മരിച്ചുപോകും എന്നവന് ബോധ്യമായി. അങ്ങനെ ബോധ്യമായ സമയത്ത് അവന്റെ സഹോദരന്മാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, എന്നാൽ ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞു. ഇതാണ് യോസേഫിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ. അപ്പൊ യോസേഫിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവന്റെ ജീവിതയാത്രയുടെ അന്ത്യം ശുഭകരമായി അവൻ അവസാനിപ്പിച്ചതായി വായിക്കുന്നു. ഇത് യോസേഫാണ് ശുഭകരമായ ജീവിതം അവസാനിപ്പിച്ച, അല്ലെങ്കിൽ ഓട്ടം നന്നായി അവസാനിപ്പിച്ച ബൈബിൾ കഥാപാത്രങ്ങളിൽ രണ്ടാമത്തെ വ്യക്തി. 1 യോശുവ, 2 യോസേഫ്. പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഓട്ടം നന്നായി അവസാനിപ്പിച്ച വേറെ ചിലരെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതിൽ ഒരാളാണ് യോഹന്നാൻ മർക്കോസ്. ബർന്നബാസിന്റെ സഹോദരി പുത്രനായിരുന്ന യോഹന്നാൻ മർക്കോസ് പൗലോസിന്റെ 1ാമത്തെ മിഷൻ യാത്രയിൽ പ്രവർത്തന പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിൽ നിന്ന് ആ യാത്ര ആരംഭിക്കുന്നു. ആരംഭിക്കുമ്പോൾ പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ വളരെ ശുഷ്കാന്തിയോടെ ദൈവസേവയ്ക്കാനുള്ള എരിവോടെ യുവാവായിരുന്ന ആ സുഹൃത്ത് തന്നെ താൻ സമർപ്പിച്ചു. എന്നാൽ നാം വായിക്കുന്നു, അവരെ അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പിസീദിയയിലെ അന്ത്യോക്യ, വളരെ മലമടക്കുകളുള്ള ഇടുങ്ങിയ പാതകളുള്ള ദുഷ്ടമൃഗങ്ങളും കാട്ട് മൃഗങ്ങളുടെയും ആക്രമണത്തെ ഭയപ്പെടാൻ സാധ്യതയുള്ള വളരെ പ്രതികൂലമായ മലഞ്ചരിവുകൾ കൂടെ അവർ ദീർഘദൂരം യാത്ര ചെയ്തു. ഒരുപക്ഷെങ്കിൽ യാത്രാക്ഷീണം കൊണ്ടോ വിട്ടുപോകുന്ന ഭവനത്തെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ വേദന കൊണ്ടോ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ മർക്കോസ് ആഗ്രഹിച്ചു. അങ്ങനെ മർക്കോസ് മടങ്ങിപ്പോയത് സംബന്ധിച്ച് പൗലോസിന് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, ആ പൗലോസ് 2ാം മിഷണറി യാത്രയിൽ ബർന്നബാസ് പൗലോസിനോട് പിസിദിയയിലെ അന്ത്യോക്യയിൽ വെച്ച് നമ്മെ വിട്ടുപോയ ഈ മർക്കോസിനെ മടക്കിക്കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും ആ ശുശ്രൂഷയിൽ അവനെ വാസ്തവത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പൗലോസ് ശക്തമായി ബർന്നബാസിനോട് വാദിച്ചു, 1ാമത്തെ യാത്രയിൽ നമ്മെ വിട്ടു പോയവനെ നമുക്കൊരിക്കലും ഇനിയും കൂട്ടിക്കൊണ്ടു പോകണ്ട. പൗലോസ് മർക്കോസിനോട് ഡിസേറ്ററെ, അതായത് ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോയ ഒരാളെയാണ് കണ്ടത്. അതുപോലെ ഇങ്ങനെയുള്ള ഒരാളിനെ കൂടെ കൂട്ടിയാൽ അതൊരു ലയബിലിറ്റി ആകുമെന്ന് പൗലോസ് ചിന്തിച്ചു. നോക്കണം, ഇത്രയും കരുത്തനായ പക്വമതിയായ
ദൈവദർശനത്തിന്റെ തേരിലേറി ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ചേർന്ന പൗലൂസ് ഈ യുവ സ്നേഹിതനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ഫലകരമായി അനേക ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഒരു ഡെസേർട്ടറെ, അതായത് വഴിയിൽ വെച്ച് ഇട്ടിട്ട് പോയ, ഉപേക്ഷിച്ചു പോയ ഒരു യുവ സഹോദരനായി പിന്നീട് കൂടെ കൂട്ടിയാൽ ഒരു ബാധ്യതയായി തീരും എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയായി മർക്കോസിനെ പൗലൂസ് എഴുതിത്തള്ളി. ഇത് സംബന്ധിച്ച് ബർന്നബാസും പൗലൂസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി. അവിടെ വെച്ച് ആ ടീം രണ്ടായിട്ട് പിരിഞ്ഞു. ബർന്നബാസും മർക്കോസും തമ്മിലുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് യാതൊന്നും വേദപുസ്തകത്തിൽ പിന്നെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ബർന്നബാസിനെ മർക്കോസ് കൂട്ടിക്കൊണ്ടു പോയതിനാൽ പരിശുദ്ധാത്മാവ് അവനെ വിരോധിച്ചുവെന്നോ അവൻ ശുശ്രൂഷ ചെയ്തില്ല എന്നോ ഇല്ല. ബർന്നബാസിന്റെ ശുശ്രൂഷകളെ നിത്യതയിൽ വെളിപ്പെടുത്തത്തക്ക നിലയിൽ ഭൂമിയിൽ മറച്ചു വെക്കുവാനും പൗലോസിന്റെ ശുശ്രൂഷയെ ഭൂമിയിലുള്ള ആളുകൾക്ക് നന്നായി വെളിപ്പെടുത്തി കൊടുക്കുവാനും ദൈവം പ്രസാദിച്ചെങ്കിൽ നമുക്ക് ദൈവത്തോട് ന്യായം ചോദിച്ചിട്ട് യാതൊരു ആവശ്യമില്ലല്ലോ. നമ്മൾ വായിക്കുന്നു, എന്നാൽ അങ്ങനെയുള്ള ഈ മർക്കോസ് പ്രാരംഭത്തിൽ മോശമായി തുടക്കക്കാരനായി തീർന്ന ഈ മർക്കോസിനെ തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം, ആ രണ്ടാം ലേഖനത്തിന്റെ 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ, കഴിയുമെങ്കിൽ വേഗത്തിൽ അവനെ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിപ്പിക്കാം. അവൻ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചു പോകുന്ന എന്റെ പുതപ്പും ചർമ്മരീതും കൂടെ കൊണ്ടുവരുവാനായി അവനെ ഓർമ്മിപ്പിക്കുക എന്ന് പ്രത്യേകം പറയുന്നു. മർക്കോസ് സമാരംഭത്തിങ്കിൽ അല്പമായ തെറ്റായ നിലയിൽ, മോശപ്പെട്ട നിലയിലാണ് ആരംഭിച്ചത്. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത്, ഒരുവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ഒരു കാര്യം കണ്ടാൽ അതോടുകൂടി അവനെ സമ്പൂർണമായി തള്ളുക എന്നുള്ളതാണ്. അങ്ങനെയല്ല ദൈവം പറയുന്നത്. ദൈവനും അങ്ങനെയല്ല പറയുന്നത്. കരുത്തനായ പൗലോസും അങ്ങനെയാണ് ചിന്തിച്ചത്. എന്നാൽ മർക്കോസ് വളരെ നന്നായി തന്റെ ജീവിതം ഒടുവിൽ പര്യവസാനിപ്പിച്ചു. നാം വായിക്കുന്നു, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ ആകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പൗലോസ് മർക്കോസിനെ കുറിച്ച് പറഞ്ഞു. 4-ാമത് ജീവിത ഓട്ടം നന്നായി അവസാനിപ്പിച്ച ആളിനെ കുറിച്ച് പറയുന്നത് പൗലോസിനെ കുറിച്ച് തന്നെയാണ്. പൗലോസും അങ്ങനെ അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു വളരെ പ്രബുദ്ധനായിരിക്കുന്ന ഒരു മതത്തിന്റെ അധീപനായ വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യഹൂദ മതത്തിന്റെ ഒരു സുപ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം ന്യായപ്രമാണം സംബന്ധിച്ച പരീക്ഷനായിരുന്നു. തന്റെ സ്വന്തം ദൃഷ്ടിയിൽ അദ്ദേഹം ബ്ലെയിംലെസ് ആയിരുന്നു, കുറ്റമില്ലാത്തവൻ എന്ന് പറയത്തക്ക നിലയിൽ ഒരു വ്യക്തിയായിരുന്നു. അവനെ ക്രൈസ്തവ വിശ്വാസികളെ വളരെ നികൃഷ്ടമായ നിലയിൽ പീഡിപ്പിച്ചു, ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചു, ക്രിസ്ത്യാനികളെ കൊന്നുമുടിച്ചു. അങ്ങനെ അവരെ വലിച്ചിഴച്ചുകൊണ്ട് വന്ന് ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ നിർത്തി അവരെ കൊലയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ ദമസ്കോസിന്റെ പടിവാക്കിൽ വെച്ച് ഉയർത്തിരുന്നതിന്റെ കർത്താവ് അവന് പ്രത്യക്ഷനായി അവന്റെ ജീവിതത്തില് വലിയ ഒരു രൂപാന്തരമുണ്ടായി. ഈ പൗലോസാണ് യെരുശലേം തുടങ്ങി റോമ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ റോം വരെയുള്ള സ്ഥലങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ദൈവത്താൽ ഉപയുക്തനായി തീർന്ന ആ വലിയ ദൈവത്തിന്റെ ദാസൻ. അവനെക്കുറിച്ച് പറയുമ്പോൾ അവൻ തന്നെ ഒടുവിൽ പറയുകയാണ്, തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4:6, ഞാൻ നല്ലപോൽ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചുപിടിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബൈബിളിന്റെ താളുകളിൽ നന്നായി ജീവിതം ആരംഭിച്ചും മോശമായി ആരംഭിച്ചും നന്നായി അവസാനിപ്പിച്ച 4 വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 1, ദൈവത്തിന്റെ ദാസനായ യോശുവ. എന്തെല്ലാം കാര്യങ്ങൾ ഇസ്രായേലിനോട് വന്ന് ചെയ്യാൻ ദൈവം അവനെ ഫലമേൽപ്പിച്ചോ അതെല്ലാം വിശ്വസ്തമായി അവൻ ചെയ്തു. പറഞ്ഞു, ഇതാ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത് ഒന്നുപോലും പിടിച്ചു വരുത്താതെ അത് മുഴുവൻ നിങ്ങൾക്ക് നിവർത്തിച്ചു തന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ഈ മരുഭൂമിയിൽ കൂടി നടന്നു വരുമ്പോൾ നിങ്ങൾ കണ്ട മോവാബ്യരുടെയോ അമ്മോന്യരുടെയോ മറ്റുള്ള ആളുകളുടെ ദേവന്മാരുടെയോ ഒക്കെ ദേവന്മാരെ സേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. എന്നാൽ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിന് ദൈവത്തിന്റെ വിശ്വസ്തതയെ അവൻ പറഞ്ഞറിയിച്ച ശേഷം അവൻ പറയാണ്, ദൈവം എന്നെ ഏൽപ്പിച്ചത് മുഴുവൻ ഞാൻ വിശ്വസ്തമായി ചെയ്തിരിക്കുന്നു. ഹി എൻഡഡ് അപ്പ് വെരി വെൽ. നന്നായി ജീവിതം അവസാനിപ്പിച്ചു. 2, ദൈവത്തിന്റെ ദാസനായ യോസേഫ് തനി യൗവനത്തിന്റെ ആരംഭത്തിങ്കിൽ അല്പം സ്വയപ്രശംസയും അതുപോലെ തന്നെ അല്പം ഇമ്മച്യൂരിറ്റി ഒക്കെ തന്റെ ബാല്യകാലത്ത് ഉണ്ടായിരുന്നെങ്കിലും അവരുടെ സഹോദരന്മാർ അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളയും അവിടുന്ന് പോത്തിഫറിന്റെ ഭവനിലേക്ക് പോവുകയും പോത്തിഫറിന്റെ ഭാര്യയെ മൊളസ്റ്റ് ചെയ്യാനായിട്ട് അവൻ ശ്രമിച്ചു എന്നുള്ള ദുർവർത്തമാനം ഭർത്താവിനെ പറഞ്ഞു കേൾപ്പിച്ച് കാരാഗ്രഹത്തിലേക്ക് പോവുകയും കാരാഗ്രഹത്തിൽ വെച്ച് അവൻ പാനപാത്രവാഹകന്റെ പ്രമാണിക്ക് ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് അവന്റെ ജീവനെ രക്ഷിക്കുകയും
അവനെ കൂടെ ഓർത്തുകൊണ്ടെന്ന് പറയുകയും ചെയ്തുവെങ്കിലും അവൻ മറന്നുപോവുകയും ഒടുവിലായി നാം വായിക്കുന്നത് അവന് ഏറ്റവും അധികം കഷ്ടം അനുഭവിക്കുകയും ചെയ്തു. എങ്കിലും നാം വായിക്കുന്നത് ദൈവം അവനെ മിസ്രയീമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയാക്കി ഫറവോന്റെ ആസ്ഥാനത്ത് രണ്ടാമനാക്കി ദൈവം അവനെ ഉയർത്തി. എന്നാൽ തന്റെ ജീവിതാന്ത്യത്തിൽ അവന്റെ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്ക് ഉൽപ്പത്തി 49:20 സഹോദരന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ എനിക്ക് ദോഷത്തിനായിട്ട് ചെയ്തുവെങ്കിലും യഹോവ ബഹുജനത്തിന്റെ രക്ഷയ്ക്കായി ഇത് മുഖാന്തരമാക്കിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ അത് പറഞ്ഞു. 50-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ യോസേഫ് തന്റെ സഹോദരന്മാരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞു, നിശ്ചയമായും ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ പ്രവാസ ദേശത്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ഭൗമ ശരീരം കൂടി ആ വാഗ്ദദേശത്തേക്ക് കൊണ്ടുപോകണം, ഇവിടെ സംസ്കരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ യോസേഫിനെ ഒരു പെട്ടിയിൽ വെച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 50-ാം അധ്യായത്തിലൂടെ വാക്യം വായിക്കുന്നത്. മൂന്നാമത്തെ വ്യക്തിയാണ് മരുഭൂമിയിലെ യാത്രയുടെ ക്ലേശങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ കൂട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങളുടെയും കൂടെ വേല തകർന്നു പോകും, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട, ഇവൻ ഒരു ഡെസേർട്ടറാണ്, ഒരു ബാധ്യതയാണ് എന്ന് എഴുതിത്തള്ളിയ മർക്കൂസിനെ കുറിച്ച് അതേ പൗലൂസ് പറയുകയാണ് മർക്കൂസിനേക്ക് പ്രയോജനമുള്ളത്. അവനെ വേഗത്തിൽ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു വരുവാനായി ഉത്സാഹിപ്പിക്കുക. 4ാമത് പറയുന്നത് പൗലൂസ് താൻ തന്നെയാണ്. ദൈവം ഏൽപ്പിച്ച മഹത്വരമായ ശുശ്രൂഷ പരീക്ഷനും ദൈവസഭയെ ഉപദ്രവിച്ചവനും ദൈവത്തിന്റെ ജനത്തിന് ദോഷം പ്രവർത്തിച്ചവനും ക്രൈസ്തവരെ കൊന്നുമുടിച്ചവനും ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ബ്ലെയിംലെസ് എന്ന് സ്വയം അവകാശപ്പെട്ടവനും പരീക്ഷന്മാരുടെ പ്രമാണിയും ആയിരുന്ന വലിയ പണ്ഡിതനായിരുന്ന ഈ ശൗല് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ദൈവപ്രകാശത്തിന്റെ മുമ്പാകെ സ്വയപ്രകാശം വഴിമാറി കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള ഒരു ഉപകരണമായി ദൈവം അവനെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ യെരുശലേം തുടങ്ങി റോമൻ ക്യാപിറ്റൽ വരെ കർത്താവിന്റെ സുവിശേഷം ശക്തമായി അറിയിച്ച 32 വർഷക്കാലത്തെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിരകിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മൾ പല ആളുകളും നമ്മൾ ഒരു പക്ഷെങ്കിൽ യോശുവയെ പോലെയോ അല്ലെങ്കിൽ പൗലൂസിനെ പോലെയോ ബർന്നബാസിനെ പോലെയോ ഒക്കെയുള്ള നേതാക്കന്മാരോ നേതൃസ്ഥാനം വഹിക്കുന്നവരോ ആയിരിക്കുകയില്ല. സാധാരണക്കാരായ വിശ്വാസികളായിരിക്കാം. നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല. ആരംഭത്തിൽ ഒരുപാട് കയ്പിന്റെ അനുഭവങ്ങളും ഒരുപാട് പാളിച്ചകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഫെയിലിയേഴ്സും പരാജയങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്നാൽ നമ്മൾ എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? നന്നായി അവസാനിപ്പിക്കണം. ജീവിത ഓട്ടം നന്നായിട്ട് അവസാനിപ്പിക്കണം. ഒരു പക്ഷെങ്കിൽ നാം ആരംഭിച്ചത് നന്നായിട്ടായിരിക്കുകയില്ല, ഇപ്പോൾ നാം ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ നന്നായിട്ടായിരിക്കുകയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം അത് നന്നായിരിക്കുവാൻ, നന്നായി അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഓട്ടം നാം ഓടി അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചെറിയ ചിന്തകളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.